ഇദ്ദേഹം ആലങ്കോട് ആസനത്തിലെ ആലങ്കോട് ആശ്രമത്തിലെ മഠാധിപതി സ്വാമി വൈകല്യാനന്ദ. വൈകല്യാനന്ദയോ? എന്താ ചട്ടനാണോ? ചട്ടനല്ല, പൊട്ടന. ഇത് നമ്മുടെ ശിഷ്യ സ്വാമി മൃത്യുഞ്ജയ. ഇത് നമ്മുടെ ശിഷ്യൻ സ്വാമി വക്രാനന്ദ. പ്രാണി. നാം അങ്ങനെ എല്ലായിടത്തും ആസനസ്ഥനാകാറില്ല. എങ്കിലും ഈ ഗ്രഹത്തോട് ഒരു സാമീപ്യം തോന്നുന്നു. ഓം നമഗ്രഹായ നമഃ. ആശ്രമത്തിലെ അന്തേവാസികളുടെ കുട്ടികൾക്ക് വേണ്ടി, ആശ്രമം സ്ഥിതി ചെയ്യുന്ന ഗ്രാമത്തിലെ കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടി ആശ്രമം ഒരു ക്ഷേമനിധി ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിലേക്കായി സംഭാവന പിരിക്കാൻ ഇറങ്ങിയതാണ് കുഞ്ഞേ. ഡൊണേഷൻ ഡൊണേഷൻ. അയ്യോ, അതിന് മഠാധിപതി എന്നെ നേരിട്ട് വരേണ്ട കാര്യം ഉണ്ടായിരുന്നോ? പൊതുജനങ്ങളിൽ നിന്നുള്ള പിരിവായതുകൊണ്ട് സ്വാമിജി നേരിട്ട് ഹാജരായതാണ് മളകെ. മകളെ, രസീത് കുറ്റിയില്ലാത്ത പിരിവായതുകൊണ്ടാണ് നാം നേരിട്ട് പ്രത്യക്ഷപ്പെട്ടത്. പൈസ ഒന്നും ഇവിടെ ഇരിപ്പില്ലല്ലോ സ്വാമി. മോൻ വന്നാലേ പറ്റൂ. മകൻ ഇപ്പോഴെങ്ങാനും മന്നിത്തു വിട് സ്വാമി. അതെ, പോലീസ് ജോലിയാവുമ്പോ എപ്പോഴാ വരിക എന്ന് എങ്ങനാ പറയാൻ പറ്റുക? അതിന് മകന് പോലീസിലെ ജോലിയെന്ന് അമ്മയ്ക്ക് എങ്ങനെ മനസ്സിലായി? ഗോരക്ഷയം ലഭിച്ചവർക്ക് എന്താണ് അറിയാൻ കഴിയാത്തത് മകളെ? മകനെ ഒന്ന് കാണണമെന്ന് കരുതി ഇരിക്കായിരുന്നു. എന്താ പോലീസ് ഇടപെടേണ്ട വിധത്തിൽ സ്വാമിയുടെ മഠത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായോ? ആരെങ്കിലും മഠം പിടിച്ചെടുത്തോ? അവിടെ സ്വാമി മാത്രമുള്ള ആസാമിയായിട്ട്. എന്താ പ്രശ്നം? ഒരു അപകട സൂചന. അപകട സൂചനയോ? അതെ, ആ കാരണമായി എന്റെ ശിഷ്യൻ അയ്യോ എന്ന് വിളിച്ചുവെങ്കിൽ അതൊരു അപകട സൂചനയാണ്. ഈ വീട്ടിൽ ഒരു അപകടം നടക്കാൻ പോകുന്നു. എന്താ അപകടം? മകന്റെ മാരേജ് കഴിഞ്ഞിട്ടില്ലല്ലോ? ഇല്ല, ആലോചന നടക്കുന്നു. ഇപ്പൊ നടക്കുന്ന ഈ ആലോചനയാണ് അപകടം. അഹം ബ്രഹ്മാസ്മി. അപകടം ബ്രഹ്മാവന് ഉണ്ടാകുന്നാണല്ലോ ശാസ്ത്രം. ഇപ്പൊ നടക്കുന്ന ആലോചനയിൽ എന്ത് അപകടമാ സ്വാമി? നീച ജാതകമാണ് ആ കുട്ടിയുടേത്. ഈ വിവാഹം നടക്കാൻ അവർ വേറൊരു ജാതകം കാട്ടിയെന്നും വരാം. തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം കഴിഞ്ഞ വെള്ളി ശനി. ശനിയുടെ അപഹാരം. ഈ വിവാഹം നടന്നാൽ നിങ്ങളുടെ മകന്റെ ജീവൻ അപകടത്തിലാവും. ശൂന്യം ശൂന്യം. പറയാൻ മറന്നുപോയി, വട്ടപൂജ്യം. വട്ടപൂജ്യം. സ്വാമി, പരിഹാരം എന്തെങ്കിലും? കുസുമേ കുസുമോൽപത്തി. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. ഇതങ്ങോട്ട് വേണ്ടെന്ന് വെക്കുക. അതെന്നെ പരിഹാരം. നാം ഇറങ്ങുന്നു.